അങ്ങനെയാണെങ്കിൽ അമ്പലത്തിൽ പോയി എന്നിട്ട് ഇങ്ങനെ കൈ പിടിച്ച് നിൽക്കേണ്ട കാര്യമില്ലല്ലോ. ശ്രീകോവിലിന്റെ മുന്നിലും അതുപോലെ പൊതുപരിപാടികളിൽ ബാക്കി എല്ലാവരും തൊഴുതു നിന്ന് പ്രവർത്തിക്കുമ്പോൾ CPM-ന്റെ നേതാക്കന്മാർ കൈ ഇങ്ങനെ കെട്ടിയിട്ടാണ് നിൽക്കുന്നത്. ശബരിമല അങ്ങനെ ഒരു സുഖവാസ കേന്ദ്രമാണോ, ഒരു അഡ്വഞ്ചർ ടൂറിസത്തിന്റെ സ്ഥലമാണോ? അല്ല, അതൊരു ആരാധനാലയം. നമസ്കാരം. BJP-യുടെ മുൻ സംസ്ഥാന അധ്യക്ഷനും മുൻ കേന്ദ്രമന്ത്രിയും മുതിർന്ന നേതാവുമായ V. മുരളീധരനാണ് നമ്മോടൊപ്പം ഉള്ളത്. തിരക്കേറെ സമയത്തിനിടയിലും അല്പസമയം ഞങ്ങളോടൊപ്പം ചെലവഴിക്കാൻ സാധിച്ചതിൽ സന്തോഷം, നന്ദി. ഇപ്പോൾ തുടക്കത്തിലേക്ക് വരികയാണെങ്കിൽ ആഗോള അയ്യപ്പ സംഗമമാണ് ഇപ്പോൾ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയങ്ങളൊന്ന്. BJP ശക്തമായ ഒരു എതിർപ്പ് അറിയിച്ചിട്ടുണ്ട്. എന്നാൽ എതിർപ്പിനെ വകവയ്ക്കാതെ മുന്നോട്ട് പോകുമെന്നാണ് CPM-ഉം സംസ്ഥാന സർക്കാരും അറിയിച്ചിട്ടുള്ളത്. എന്നാലും ശക്തമായ പ്രതിഷേധം നടത്തുമെന്ന് തന്നെയാണ് BJP വ്യക്തമാക്കിയിട്ടുള്ളത്. അല്ല, അങ്ങനെ BJP എതിർപ്പല്ല അറിയിച്ചിരിക്കുന്നത്. BJP പറഞ്ഞിരിക്കുന്നത് ആഗോള അയ്യപ്പ സംഗമം ശബരിമലയുടെ വികസനത്തിന് വേണ്ടിയും ശബരിമല തീർത്ഥാടനം എങ്ങനെ സുഗമമാക്കാം എന്നുള്ളതിനെ സംബന്ധിച്ചുമൊക്കെ ചർച്ച നടക്കുന്നതിൽ ഒരു തെറ്റുമില്ല. പക്ഷേ ഈ നടത്തുന്ന ആൾക്കാരുടെ ഉദ്ദേശശുദ്ധിയെക്കുറിച്ചാണ് ഞങ്ങളുടെ സംശയം. നടത്തുന്ന ആൾക്കാർ ഇന്നലെ വരെ ഈ പറഞ്ഞ കാര്യങ്ങളോടൊന്നും ഒരു താല്പര്യം ഇല്ലാതിരുന്ന ആളുകളാണ്. ഇന്നലെ വരെ അവർ പറഞ്ഞത് അയ്യപ്പന് വൈറസാണ്, സനാതനധർമ്മം വൈറസാണ്, അതൊക്കെ തുടച്ചു നീക്കേണ്ടതാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞ ആൾക്കാർ ഒരു സുപ്രഭാതത്തിൽ ഞങ്ങൾ ആഗോള അയ്യപ്പ സംഗമം നടത്താൻ പോവാണ് എന്ന് പറയുമ്പോൾ അതിനെ കുറിച്ചുള്ള ധാരാളം ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങളാണ് ഞങ്ങൾ ഉയർത്തിയത്. മുഖ്യമന്ത്രി വിശ്വാസിയല്ല. അപ്പോൾ ആഗോള അയ്യപ്പ സംഗമം നടത്തുമ്പോൾ ആ അയ്യപ്പ സംഗമത്തിൽ മുഖ്യമന്ത്രിയുടെ റോൾ എന്താണ്? ഭരണാധികാരി എന്നുള്ള നിലയിൽ അദ്ദേഹം സൗകര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നതിരിക്കട്ടെ. 10 കൊല്ലമൊന്നും ചെയ്തിട്ടില്ല അവിടെ. 10 കൊല്ലം ആ പ്രളയത്തിൻ്റെ കാലത്ത് തകർന്ന പമ്പയിലെ സംവിധാനങ്ങൾ, സൗകര്യങ്ങൾ ഉൾപ്പെടെ വേണ്ടത്ര സൗകര്യത്തോടു കൂടിയിട്ട് പുനർനിർമ്മിച്ചിട്ടില്ല. നിലയ്ക്കലിലെ ഇടത്താവളത്തിൻ്റെ സൗകര്യങ്ങളുടെ കാര്യത്തിൽ ഒന്നും ഉണ്ടായിട്ടില്ല. അവിടെ ശുചിമുറികൾ ഉണ്ടാക്കുക, ബാക്കി അയ്യപ്പന്മാർക്ക് വിരിവെക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കുക, ഇത്തരം കാര്യങ്ങളിലൊന്നും ഒരു സർക്കാർ, വിശ്വാസിയോ അവിശ്വാസിയോ എന്ത് വേണമെങ്കിലും ആയിട്ടുള്ള ഒരു സർക്കാർ, ആ ഭരണകൂടത്തിൻ്റെ ചുമതല നിറവേറ്റാത്ത ആൾക്കാർ ഇത് നടത്തുമ്പോൾ ഞങ്ങൾക്ക് തുടക്കത്തിൽ ഒറ്റ സംശയം ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ സംശയം ഒന്നും കൂടിയായിട്ടുണ്ട്. തുടക്കത്തിലുണ്ടായിരുന്ന സംശയം ഇത് ഇലക്ഷനെ മുന്നിൽ കണ്ടുകൊണ്ട് കുറച്ച് വോട്ട് സംഘടിപ്പിക്കാൻ ഞങ്ങൾ ഹിന്ദു വിരുദ്ധരല്ല, വിശ്വാസികൾക്കെതിരല്ല. കാരണം ഇവരുണ്ടാക്കിയിരിക്കുന്ന ഇമേജ് അതാണ്. കാരണം ശബരിമലയിൽ ആചാരങ്ങളൊക്കെ ലംഘിച്ചുകൊണ്ട് യുവതികളെ പ്രവേശിപ്പിക്കാൻ വേണ്ടിയിട്ട് വഴിവിട്ട നീക്കം നടത്തിയ ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെയുള്ള നീക്കം നടത്തിയ ആളുകൾ ഒരു ദിവസം പെട്ടെന്ന് ഞങ്ങൾ അയ്യപ്പൻ്റെ വലിയ ഭക്തന്മാരാണ് എന്നുള്ള ഒരു ധാരണ സൃഷ്ടിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അതിനെക്കുറിച്ച് ചോദ്യം വന്നു. ഇപ്പോൾ പുതുതായിട്ട് ഉയർന്നു വന്ന ചോദ്യം 4 കോടി രൂപ ചെലവാക്കുന്നു എന്നാണ്. ഞാൻ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തയാണ്. അത് വസ്തുതയാണോ അല്ലയോ എന്നുള്ളത് ദേവസ്വം ബോർഡാണ് പറയുന്നത്. 4 കോടി ചെലവാക്കി ലോകം മുഴുവനുള്ള കുറേ വ്യവസായികളെയും ബാക്കിയുള്ള ആൾക്കാരെയൊക്കെ വിളിച്ചു വരുത്തുന്നു. ശബരിമല അങ്ങനെ ഒരു സുഖവാസ കേന്ദ്രമാണോ, ഒരു അഡ്വഞ്ചർ ടൂറിസത്തിൻ്റെ സ്ഥലമാണോ? അല്ല, അതൊരു ആരാധനാലയം. അപ്പം ഇതൊക്കെയാണ് സംശയങ്ങൾ. ഈ സംശയങ്ങൾ വ്യക്തമാക്കി കഴിഞ്ഞാൽ, ഈ ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ടുള്ള മറുപടി തന്നു കഴിഞ്ഞാൽ സാഹചര്യം മാറുമല്ലോ എന്നുള്ളതാണ് പിന്നെ നോക്കേണ്ടത്. ഇന്ന് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞത് CPM എപ്പോഴും വിശ്വാസികൾക്കൊപ്പമാണ് എന്നാണ് ഇന്ന് ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളത്. അല്ല, ഈ വിശ്വാസികൾക്കൊപ്പമാണെന്ന് പറയുമ്പോൾ അതാണോ കമ്മ്യൂണിസം? ഈ കേരളത്തിൽ മാത്രമുള്ള ഒരു പാർട്ടിയാണെങ്കിൽ CPM വിശ്വാസികൾക്കൊപ്പമാണ് എന്ന് പറയുന്നത് CPM-ന്റെ പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള നിലപാടിൻ്റെ അടിസ്ഥാനത്തിലാണോ, അത് ഗോവിന്ദ മാഷ് സ്വന്തമായിട്ടൊരു പാർട്ടി ഉണ്ടാക്കിയിട്ടുള്ളതാണെങ്കിൽ അത് പറയുന്നത് വിശ്വസിക്കാം. അല്ലാതെ മാർക്സിസം ലെനിനിസത്തെ അടിസ്ഥാനമാക്കിയിട്ട് പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് ഞങ്ങൾ എന്ന് പറയുന്ന ആൾക്കാർ എങ്ങനെയാ ഈശ്വര വിശ്വാസത്തെ അംഗീകരിക്കുക? അങ്ങനെയാണെങ്കിൽ അമ്പലത്തിൽ പോയി എന്നിട്ട് ഇങ്ങനെ കൈ പിടിച്ച് നിൽക്കേണ്ട കാര്യമില്ലല്ലോ. അല്ല, ഞാനിത് കാണുന്നതാണ്. കൈ ഇങ്ങനെ പിടിച്ചിട്ട് എന്നിട്ട് കൈ വിട്ടുപോയി കഴിഞ്ഞാൽ തൊഴുതു പോകുമെന്നുള്ള ഭയം കാരണം കൈ ബലം പിടിച്ച് നിൽക്കും. ശ്രീകോവിലിന്റെ മുന്നിലും അതുപോലെ പൊതുപരിപാടികളിൽ
ബാക്കി എല്ലാവരും തൊഴുതു നിന്ന് പ്രവർത്തിക്കുമ്പോൾ CPM-ന്റെ നേതാക്കന്മാർ കൈ ഇങ്ങനെ കെട്ടിയിട്ടാണ് നിൽക്കുന്നത്. ഇന്നലെ ദേവസ്വം ബോർഡിനകത്ത് ഒരു പുതിയൊരു ഇതുണ്ടായിരുന്നു. യുവതി പ്രവേശന വിഷയത്തിനകത്ത് സത്യവാങ്മൂലത്തിൽ നിന്ന് പുറമോട്ട് പോകാനുള്ള സാധ്യത ഉണ്ടെന്നൊരു ഇതുണ്ടായിരുന്നില്ല. പത്രസമ്മേളനത്തിൽ അങ്ങനെയാണ് ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് പറഞ്ഞത്. അപ്പോൾ അത് വിശ്വാസികൾക്ക് അനുകൂലമായ നയത്തിലോട്ട് മാറുകയാണെന്ന് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാമല്ലോ. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഈ അയ്യപ്പ സംഗമം നടത്താൻ പോകുന്നു, നേരത്തെ തീരുമാനിച്ചാണല്ലോ. ഇപ്പൊ ഈ സാധ്യതയുണ്ട് എന്നുള്ള വാർത്ത ഉണ്ടാക്കുന്നതിന് പകരം എന്താണ് നടപടി? നടപടിയോട് ഞാൻ പ്രതികരിച്ചാൽ പോരെ, വാർത്തയോട് ഞാൻ പ്രതികരിക്കണ്ടല്ലോ. എന്തായാലും ആഗോള അയ്യപ്പ സംഗമത്തിനകത്ത് BJPക്ക് ഒരുപാട് സംശയങ്ങളുണ്ട്. ആ സംശയങ്ങൾ ദൂരീകരിക്കേണ്ട സംസ്ഥാന സർക്കാർ തന്നെയാണ്. BJPക്കല്ല, BJP ഈ രാജ്യത്തെ വിശ്വാസികളും അവിശ്വാസികളും എല്ലാവർക്കും BJPയിൽ വരാം. പക്ഷേ ഈ രാജ്യത്തെ ബഹുഭൂരിപക്ഷം ജനങ്ങൾ വിശ്വാസികളാണ്. ആ ബഹുഭൂരിപക്ഷം ജനങ്ങളുടെ അഭിപ്രായങ്ങളും വികാരങ്ങളുമാണ് BJP പ്രകടിപ്പിക്കുന്നത്. അത് BJPയുടെ ഒരു പാർട്ടി സ്വന്തമായിട്ട് ജനങ്ങളുമായിട്ട് ബന്ധമില്ലാത്ത ചർച്ച ചെയ്താൽ. അതുകൊണ്ട് ജനങ്ങളുടെ ചോദ്യങ്ങൾ ജനങ്ങളുടെ മുന്നിൽ കഴിഞ്ഞ കാലങ്ങളിൽ നവോത്ഥാനം അതിൽ കെട്ടിയത് തെറ്റായിപ്പോയി. അന്ന് ഈ ബിന്ദു അമ്മണി എന്നൊക്കെ പറയുന്ന ആൾക്കാരെയൊക്കെ പിടിച്ചുകൊണ്ടുപോയിട്ട് മല കയറ്റാൻ നോക്കിയത് തെറ്റായിപ്പോയി, കേസെടുത്തത് തെറ്റായിപ്പോയി, എന്താണെന്നുള്ളതാണ് അറിയേണ്ടത്.